ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈൻ ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതൊരു ഡൈനാമിക്കായിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ചിട്ട് ഇത് നമുക്ക് പ്രൈസ് പോയിൻറ്റ്സും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഹെൽപ്പ് കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇമേജിൽ കാണുന്നത് ഇതിൻ്റെ 4 പ്രധാനപ്പെട്ട യൂസാണ്. ഒന്ന്, ഇതിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈം പീരീഡിലാണെങ്കിലും. രണ്ടാമത്തത് ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇത് ലൈവ് പ്രൈസിൽ നമുക്ക് ഡൈനാമിക്കായിട്ട് അത് ചേഞ്ച് ചെയ്ത് ആ മൊമെൻറ്റിൽ ഉള്ള സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കിതിനെ കാണിച്ചു തരും. പിന്നെ ഒരു ബൈയും സെല്ലും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ലോങ് ടേമിലേക്കുള്ള വ്യൂ, ഇത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് പറയാൻ പറ്റും.